പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ വലിയ ആവേശത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി കൂടിയായ സുധീർ കരമൻ എന്നോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് അവസാന ലാപ്പ്? വളരെ വളരെ പോസിറ്റീവാണ്. അതിൻ്റെ ഒരു ആവേശം നമുക്കുണ്ട്. നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെ വീണ്ടും ഒരു ലൈംഗികാരോപണ കേസിൽ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതിനോട് ഒരു ചലച്ചിത്ര താരം എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ ക്യാമ്പയിനുമായി നിൽക്കുന്നുണ്ട്. അധിക വിവരങ്ങൾ എനിക്ക് വ്യക്തതയില്ല. സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്, സർക്കാർ എപ്പോഴും സ്ത്രീപക്ഷമാണ്, യാതൊരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അന്നു മുതൽ ഇന്ന് വരെ എല്ലാം സ്ത്രീപക്ഷത്താണ്. സ്ത്രീകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലുത്. IC എല്ലാം ഫോം ചെയ്തത് നമ്മുടെ സർക്കാരല്ല. അപ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തെങ്കിലും പരാതികൾ വരുന്നത്. നോക്കാതെയുള്ളൊരു അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പരാതികളുള്ളത്. പരാതികൾ വരുമ്പോൾ പരാതികൾ സ്വീകരിക്കുന്നു. എന്ന് വെച്ച് പരാതികളെല്ലാം ശരിയാവണമെന്നോ തെറ്റാണെന്നോ എനിക്ക് പറയാൻ ഇപ്പോൾ പറ്റില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ നടപടിക്രമങ്ങൾ അങ്ങനെ പോകുന്നു.